നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡ് ബെൻഫിക്കയെ നേരിടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 ലിസ്ബണിലാണ് മത്സരം നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ കോച്ച് അൽവാരോ അർബിലോവ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മറുപടിയും നോക്കണം. അദ്ദേഹം പറയുന്നു, ഹീസ് ഇൻക്രെഡിബിൾ. തീർച്ചയായിട്ടും ജൂഡിനെ പോലുള്ള ഒരു കളിക്കാരനെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഹോണറാണ്. ഹീസ് ഇൻക്രെഡിബിൾ. ഒരു പ്ലെയർ, ഒരു ലീഡർ എന്ന നിലയിലൊക്കെ അവൻ ഇൻക്രെഡിബിളാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കളി കഴിഞ്ഞ് 48 മണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ബെല്ലിംഗ്ഹാമിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജൂഡ് സ്റ്റോപ്പ് റണ്ണിങ് സോ മച്ച്. ഇത്രയധികം നീ ഓടേണ്ട കാര്യമില്ല. ട്രെയിനിങ്ങിൻ്റെ സമയത്തെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ നീ ഓടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവനത് നിർത്തിയില്ല. ഹി ഡസൻ സ്റ്റോപ്പ് റണ്ണിങ്, ഇറ്റ്സ് ക്രേസി. ഇതാണ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇപ്പോൾ ആൽവാരോ അർബിലോവ പറയുന്നത്. സോ 2 ദിവസമേ ആയിട്ടുള്ളൂ. 48 മണിക്കൂർ മുമ്പ് ഒരു കളി കഴിഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അടുത്ത മത്സരത്തിന് വേണ്ടി. അതുപോലെ തന്നെ ആർദ ഗ്യൂളറെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആർദ ഗ്യൂളറെ കുറിച്ച് പറഞ്ഞത്, ആർദ വളരെ യങ് ബോയിയാണ്, ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രൂപത്തിൽ ക്ഷീണിച്ചിട്ടാണ് എല്ലാ മത്സരങ്ങളും അവന് ഫിനിഷ് ചെയ്യുന്നത്. കാരണം അത് അവൻ്റെ ഡിഫെൻസീവ് ഇൻവോൾവ്മെൻറ്റ് കൂടിയാണ്. പക്ഷേ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവന് വളരെ വലിയ ടാലൻ്റാണ്. ആ ടാലൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കണം. പിവോട്ട് എന്ന രൂപത്തിലും അതുപോലെ തന്നെ സ്ട്രൈക്കേഴ്സിന് തൊട്ട് പുറകിലൊക്കെ ആയിട്ട് ഷൈൻ ചെയ്യാൻ കെൽപ്പുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് അവൻ. അപ്പോൾ എല്ലാ സിറ്റുവേഷനുകളിലും നമ്മൾ മുന്നോട്ട് പോവുക, വളരുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഗെയിംസ് ഇങ്ങനെ വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആർദ ഞങ്ങൾ ഒരുപാട് സഹായിക്കും എന്നാണിപ്പോൾ അൽവാരോ അർബിലോവ പറയുന്നത്. ഓരോ താരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. മികച്ച രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ റയലിനെ കൊണ്ടുപോകുന്നത് എന്നൊരു ധാരണയാണ് പൊതുവിലുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.